സോ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ബൈനറി ഓപ്പറേഷൻസ് എന്നാണ്. അപ്പോൾ അബ്സ്ട്രാക്ട് ഓൾജിബ്രയിൽ ഗ്രൂപ്പ് തിയറിയിൽ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് പഠിക്കുന്ന ഒരു സ്ട്രക്ചർ ആണ് എന്ത് ബൈനറി ഓപ്പറേഷൻ. നമ്മൾ ആക്ച്വലി ഇത് +2 പഠിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വളരെ ബേസിക് ആയിട്ട് നമുക്ക് ബൈനറി ഓപ്പറേഷന്റെ ഡെഫിനിഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. എ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന പ്ലസ് മൈനസ് മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെ ഏത് തരത്തിലുള്ള ഓപ്പറേഷനും ആകാം, അതിന് നമ്മളിപ്പോൾ സ്റ്റാർ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഒരു സെറ്റിൽ ഒരു ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അത് എസ് ക്രോസ് എസിൽ നിന്ന് എസിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും, ഒരു മാപ്പിംഗ് ആയിരിക്കും. ഓക്കെ, ഫോർ ഈച്ച് എ കോമ ബി ബിലോങ്സ് ടു എസ് ക്രോസ് എസ് വി വിൽ ഡിനോട്ട് ദി എലമെന്റ് സ്റ്റാർ ഓഫ് എ കോമ ബി ഓഫ് എസ് ബൈ എ സ്റ്റാർ ബി. ഒന്നും മനസ്സിലാവത്തില്ല, പക്ഷെ സംഭവം ഭയങ്കര സിമ്പിൾ ആണ്. കുറെ എക്സാമ്പിൾസ് കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഈ ക്രോസ് പ്രോഡക്റ്റിൽ നിന്ന് ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഡെഫിനിഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ബൈനറി ഓപ്പറേഷൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് ആദ്യത്തെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഓക്കെ, ഒന്നാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നോക്കിയടാ, ഒന്നാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് അഡിഷൻ ആണ്. ഇപ്പൊ യൂഷ്വൽ അഡിഷൻ നോക്കിയടാ, അഡിഷൻ നമുക്കറിയാം പ്ലസ് എന്ന് പറഞ്ഞ് നമ്മൾ സൂചിപ്പിക്കുന്ന അഡിഷൻ എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേഷൻ ആണ്. എവിടാണെന്ന് അറിയാവോ? ഞാനിപ്പോ എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നു, അഡിഷൻ ഈസ് എ ബൈനറി ഓപ്പറേഷൻ ഓൺ എ റിയൽ നമ്പർ സെറ്റിൽ ഓൺ ദ സെറ്റ് ആർ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കുക, ഒരു ബൈനറി ഓപ്പറേഷൻ പറയണമെങ്കിൽ ഓപ്പറേഷൻ എന്താണെന്ന് മാത്രം ഡിഫൈൻ ചെയ്താൽ പോരാ, അത് ഏത് സെറ്റിലാണെന്ന് കൂടി പറയണം. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഈ ഡെഫിനിഷൻ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം എന്താ അഡിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് റിയൽ നമ്പർ അങ്ങോട്ട് എടുക്കുക, അതങ്ങോട്ട് ആഡ് ചെയ്യുക, അപ്പൊ ഒരു ഉത്തരം കിട്ടും അല്ലെ. ഇപ്പൊ 3+4 ചെയ്ത് കഴിഞ്ഞാൽ അത് 7 കിട്ടും. ഇതാണ് നമ്മൾ വെറുതെ പറയുമ്പോൾ ബൈനറി ഓപ്പറേഷനിലെ ഒരു ഓപ്പറേഷൻ, അഡിഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ. പക്ഷെ അതൊരു തിയററ്റിക്കലി ഒരു കൺസെപ്റ്റ് വൈസ് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിനൊരു കുറച്ച് മോഡിയൊക്കെ പിടിപ്പിക്കണം. വെറുതെ ഏതെങ്കിലും നമ്പർ എടുത്ത് കൂട്ടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഓപ്പറേഷൻ ഇല്ലല്ലോ. അങ്ങനെ ഒരു ഓപ്പറേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോവുക. അപ്പൊ അങ്ങനെ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ഫംഗ്ഷൻ എന്ന് വിളിക്കും. അപ്പൊ ഇതിനെ നമ്മളൊരു ഫംഗ്ഷൻ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ഫംഗ്ഷൻ ആയിട്ട് പറയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇപ്പൊ 3ഉം 4ഉം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് റിയൽ നമ്പറിനെ എടുക്കണം. ഈ രണ്ട് റിയൽ നമ്പർ കിട്ടണമെങ്കിലാണ് നമ്മൾ വെറുതെ ആർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് റിയൽ നമ്പർ കിട്ടത്തില്ല. അപ്പോഴാണ് നമ്മൾ ആർ ക്രോസ് ആർ എടുക്കുന്നത്. ആർ ക്രോസ് ആറിലാണ് ആര് വരുന്നത്? ഈ 3,4 പോലത്തെ ഏത് രണ്ട് റിയൽ നമ്പർ എടുത്താലും അവരെ ഒരു ഓർഡേർഡ് പെയർ ആക്കി നിർത്താൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഉള്ളത് ആർ ക്രോസ് ആർ ആണ്. ഇനി ഈ പറയുന്ന അഡിഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു നമ്പർ ഉണ്ടല്ലോ 7. ആ 7ഉം എവിടെ തന്നെ ഉണ്ടാകണം? റിയൽ നമ്പറിൽ തന്നെ ഉണ്ടാകണം. അല്ലാതെ രണ്ട് നമ്പർ കൂട്ടുമ്പോൾ വേറെ ഏതെങ്കിലും സെറ്റിലുള്ള ഉത്തരം കിട്ടുമോ? ഇല്ല. അതുകൊണ്ടാണ് ആർ ക്രോസ് ആറിൽ നിന്ന് ആറിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ ഈ അഡിഷനെ പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് രണ്ടുപേര് എസ് ക്രോസ് എസ് എടുക്കേണ്ടി വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ രണ്ട് നമ്പർ എടുത്താലേ ഓപ്പറേഷൻ സാധിക്കൂ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എസ് ക്രോസ് എസ് എടുക്കുന്നത്. ആ കിട്ടുന്ന ഉത്തരം എവിടെ ആയിരിക്കണം? എസിലായിരിക്കണം. അതുകൊണ്ടാണ് എസ് ക്രോസ് എസിൽ നിന്ന് എസിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അഡിഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ ആറിൽ മാത്രമല്ല ബൈനറി ഓപ്പറേഷൻ ആവുന്നത്. ഇപ്പോൾ സെറ്റ് ആർ എടുത്താലും, ഇനി അതല്ല ഞാനിപ്പോ സെറ്റ് എൻ എടുക്കുന്നു, നാച്ചുറൽ നമ്പേഴ്സിന്റെ കളക്ഷൻ എടുക്കുന്നു, അതല്ലെങ്കിൽ സെറ്റ് ഇസഡ് എടുക്കുന്നു, ഇന്റിജേഴ്സിന്റെ കളക്ഷൻ എടുക്കുന്നു, അതും അല്ലെങ്കിൽ സെറ്റ് കോംപ്ലക്സ് നമ്പർ എടുക്കുന്നു. ഏത് കോംപ്ലക്സ് നമ്പറിന്റെ സെറ്റ് ഉണ്ടല്ലോ സി എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറുകളുടെ കളക്ഷൻ എടുക്കുന്നു. ഇതിലെല്ലാം എന്താണ്? അഡിഷൻ ബൈനറി ഓപ്പറേഷൻ ആണ്. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് ഇനിയിപ്പോ ഡെഫിനിഷൻ ഒക്കെ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക, നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കും. ഇനി സിമ്പിൾ ആയിട്ട് നിങ്ങളടുത്ത് ബൈനറി ഓപ്പറേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത്രയും മാത്രം ആലോചിച്ചാൽ മതി. ഒരു സെറ്റിൽ ആ ഓപ്പറേഷൻ നടക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം, ആ ഓപ്പറേഷൻ നടത്തി കിട്ടുന്ന ഉത്തരവും എവിടെ തന്നെ കാണണം? ആ സെറ്റിൽ തന്നെ കാണണം. അങ്ങനെയാണെങ്കിൽ ബൈനറി ഓപ്പറേഷൻ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ അല്ലാത്ത ഒരു എക്സാമ്പിൾ കിട്ടിയായിരുന്നെങ്കിൽ പെട്ടെന്ന് മനസ്സിലായതിനൊരു സാധനം വരും അല്ലെ. അപ്പൊ ഞാൻ അങ്ങനെ അല്ലാത്ത ഒരു എക്സാമ്പിൾ പറയാം. അഡിഷൻ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് പറയണം? സബ്ട്രാക്ഷൻ പറയണം അല്ലെ. അപ്പൊ സബ്ട്രാക്ഷൻ ബൈനറി ഓപ്പറേഷൻ അല്ല. ബൈനറി ഓപ്പറേഷൻ ആണെന്നോ അല്ലെന്നോ പറയുമ്പോൾ സെറ്റ് ഏതാണെന്ന് കൂടി പറയണം അല്ലെ. അപ്പൊ സബ്ട്രാക്ഷൻ എവിടെയാണ് ബൈനറി ഓപ്പറേഷൻ അല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാച്ചുറൽ നമ്പേഴ്സിൽ എന്തല്ല? സബ്ട്രാക്ഷൻ ബൈനറി ഓപ്പറേഷൻ അല്ല. കാര്യം എന്താണ്?
ഞാൻ രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുന്നു, അതിന്റെ ഡിഫറൻസ് എടുക്കുന്നു, അതിനെ മൈനസ് ചെയ്യുന്നു. എപ്പോഴും കിട്ടുന്ന ഉത്തരം നാച്ചുറൽ നമ്പേഴ്സിൽ ഉണ്ടാവണം എന്നുണ്ടോ? നിങ്ങൾക്ക് അറിയാം അല്ലെ? കൗണ്ടർ എക്സാമ്പിൾ നമ്മൾ പറയും. നമ്മൾ നോക്കിയടാ, നമ്മൾ ഇതിനെ തെറ്റായിട്ട് പറയുന്ന എക്സാമ്പിൾ. അപ്പൊ ഞാനിപ്പോ 3ഉം 4ഉം രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. 3,4 നാച്ചുറൽ നമ്പേഴ്സിൽ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾ പറ, 3 - 4 എന്താ? -1. ഈ -1 എവിടെയില്ല? നാച്ചുറൽ നമ്പേഴ്സിന്റെ കളക്ഷനിൽ ഇല്ല. അപ്പൊ നാച്ചുറൽ നമ്പേഴ്സിന്റെ കളക്ഷനിൽ -1 ഇല്ലാത്തത് കൊണ്ട് തന്നെ രണ്ട് നമ്പർ കുറയ്ക്കുമ്പോൾ അല്ലെങ്കിൽ രണ്ട് നമ്പർ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരവും അവിടെ തന്നെ കാണണം. അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? അത് എന്തല്ലെന്ന് പറയും? അതൊരു ബൈനറി ഓപ്പറേഷൻ അല്ലെന്ന് പറയും. അപ്പൊ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്നൊരു കാര്യം പറയാൻ പറ്റും. ഈ പറയുന്ന സബ്ട്രാക്ഷൻ എവിടെയൊക്കെ ബൈനറി ഓപ്പറേഷൻ ആയിരിക്കും? സബ്ട്രാക്ഷൻ ഈസ് എ ബൈനറി ഓപ്പറേഷൻ. സബ്ട്രാക്ഷൻ എവിടെയൊക്കെ ബൈനറി ഓപ്പറേഷൻ ആയിരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നാച്ചുറൽ നമ്പേഴ്സിൽ പറ്റത്തില്ല, ശരി. പക്ഷെ രണ്ട് ഇന്റിജേഴ്സ് കുറച്ചാൽ എപ്പോഴും എന്തായിരിക്കും? ഇന്റിജർ തന്നെ കിട്ടും അല്ലെ? രണ്ട് ഇന്റിജേഴ്സ് കുറച്ചാൽ എപ്പോഴും എന്ത് തന്നെ കിട്ടും? ഇന്റിജേഴ്സ് തന്നെ കിട്ടും. രണ്ട് റിയൽ നമ്പർ കുറച്ചാൽ റിയൽ നമ്പർ തന്നെ കിട്ടും. രണ്ട് കോംപ്ലക്സ് നമ്പർ കുറച്ച് കഴിഞ്ഞാൽ കോംപ്ലക്സ് നമ്പർ തന്നെ കിട്ടും. അപ്പൊ സബ്ട്രാക്ഷൻ ഇവിടെ എല്ലാം എന്താണ്? ബൈനറി ഓപ്പറേഷൻ ആണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, അഡിഷൻ മാത്രമല്ല മൾട്ടിപ്ലിക്കേഷനും ഇവിടെ എന്താണ്? മൾട്ടിപ്ലിക്കേഷനും ഈ പറയുന്ന സ്ഥലത്തെല്ലാം ബൈനറി ഓപ്പറേഷൻ ആണ്. രണ്ട് നാച്ചുറൽ നമ്പറിനെ ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്ന നാച്ചുറൽ നമ്പർ ആണ്. രണ്ട് ഇന്റിജേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് നാച്ചുറൽ നമ്പർ ആണ്. രണ്ട് റിയൽ നമ്പറിനെയോ രണ്ട് കോംപ്ലക്സ് നമ്പറിനെയോ മൾട്ടിപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് എന്ത് തന്നെ കിട്ടും? നാച്ചുറൽ നമ്പർ തന്നെ കിട്ടും. ഇനി അതേപോലെ സബ്ട്രാക്ഷന്റെ കൂടെ പിടിക്കാൻ പറ്റുന്ന വേറൊരു സാധനമാണ് ഡിവിഷൻ. അപ്പൊ മൾട്ടിപ്ലിക്കേഷന്റെ കൂടെ പിടിക്കാൻ പറ്റുന്ന സാധനമാണ് ഡിവിഷൻ. അപ്പൊ ഈ ഡിവിഷൻ എവിടെയൊക്കെ ബൈനറി ഓപ്പറേഷൻ ആണ് അല്ലെന്ന് ചോദ്യം വരും അല്ലെ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഡിവിഷൻ നോക്കിയ നാച്ചുറൽ നമ്പർ, രണ്ട് നാച്ചുറൽ നമ്പർ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ഉത്തരം എപ്പോഴും നാച്ചുറൽ നമ്പർ ആയിരിക്കോ? അല്ല. അപ്പൊ ഡിവിഷൻ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സിലായാലും ഇന്റിജേഴ്സിലായാലും എന്തായിരിക്കത്തില്ല? ബൈനറി ഓപ്പറേഷൻ ആയിരിക്കത്തില്ല. സോ ഡിവിഷൻ ഈസ് നോട്ട് ബൈനറി ഓപ്പറേഷൻ ഓൺ എവിടെയൊക്കെ? എന്നിലും ഇസഡിലും. എന്നിലും ഇസഡിലും അത് എന്തായിരിക്കത്തില്ല? ബൈനറി ഓപ്പറേഷൻ ആയിരിക്കത്തില്ല. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ രണ്ട് നാച്ചുറൽ നമ്പർ എടുത്തു, 1,3 ബിലോങ്സ് ടു n. പക്ഷെ 1/3 എവിടെയില്ല? എന്നിലില്ല. അതേപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ ഇപ്പൊ ഇന്റിജേഴ്സിന്റെ കേസിൽ പറയുവാണെങ്കിൽ ഇത് തന്നെ പറയാം, 1/3 1,3 ഇന്റിജേഴ്സും ആണ് അല്ലെ? ഇന്റിജേഴ്സ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് നാച്ചുറൽ നമ്പേഴ്സ് കൂടി വരുന്ന സാധനമാണ്. അപ്പൊ 1,3 ഇന്റിജർ ആണ്, പക്ഷെ 1/3 എന്തല്ല? ഇന്റിജർ അല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ പറയുന്ന ഡിവിഷൻ എന്ന് പറയുന്നത് എന്തല്ല? ബൈനറി ഓപ്പറേഷൻ അല്ല. അപ്പൊ നമ്മൾ യൂഷ്വലി കാണുന്ന ഓപ്പറേഷൻസിൽ എങ്ങനെയാണ് ബൈനറി ഓപ്പറേഷൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കി. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ബൈനറി ഓപ്പറേഷൻ പറയുമ്പോൾ സെറ്റ് ഏതാണെന്ന് കൂടി മനസ്സിലാക്കണം അല്ലെ? അപ്പോൾ നമ്മൾ കണ്ടു, നാച്ചുറൽ നമ്പേഴ്സിൽ ബൈനറി ഓപ്പറേഷൻ അല്ലാത്ത സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ റിയൽ നമ്പറിന്റെ കേസിൽ വന്നപ്പോൾ എന്തായി? ബൈനറി ഓപ്പറേഷൻ ആയി. അപ്പൊ ഓപ്പറേഷൻ എന്താണെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അത് ഏത് സെറ്റിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് കൂടി പറയണം. പിന്നെ ഇപ്പൊ നമുക്ക് കുറച്ച് അല്ലാത്ത എക്സാമ്പിൾസ് നോക്കാം. നമ്മൾ എപ്പോഴും ഉപയോഗിക്കാത്ത ടൈപ്പ് ഓഫ് എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, ഞാൻ ഇനിയിപ്പോ അടുത്ത പറയാൻ പോകുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് മെട്രിക്സിന്റെ കളക്ഷൻ ആണ്. ഈ മെട്രിക്സിന്റെ കളക്ഷന് നമ്മൾ ഒരു നൊട്ടേഷൻ കൊടുക്കും. അതായത് ആ നൊട്ടേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. എം ഓഫ് ആർ എന്ന് കാണുമ്പോൾ അതിനെ നിങ്ങൾ എന്താ അറിയണമെന്ന് അറിയാവോ? എം ഓഫ് ആർ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ റിയൽ മെട്രിക്സസ് ആണ്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എഴുതും, സെറ്റ് ഓഫ് ഓൾ മെട്രിക്സസ് വിത്ത് റിയൽ എൻട്രീസ്. ഓക്കെ, മെട്രിക്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ആ മെട്രിക്സിൽ റിയൽ നമ്പേഴ്സ് എൻട്രി ആയിട്ട് വരുന്ന മെട്രിക്സിന്റെ കളക്ഷൻ ആണ് എം ഓഫ് ആർ. അപ്പൊ എം ഓഫ് സി എന്തായിരിക്കും? സെറ്റ് ഓഫ് ഓൾ മെട്രിക്സസ് വിത്ത് കോംപ്ലക്സ് എൻട്രീസ്. എം ഓഫ് എൻ എന്തായിരിക്കും? സെറ്റ് ഓഫ് ഓൾ മെട്രിക്സസ് വിത്ത് എൻട്രീസ് ആസ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലെ? അപ്പൊ ഇവിടെ പ്ലസ് എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേഷൻ അല്ലെന്നാണ് നമ്മൾ പറയുന്നത്. പ്ലസ് എന്ന് പറയുന്നത് എന്തല്ല? ഇവിടെ അഡിഷൻ എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേഷൻ അല്ല. അതിനൊരു കാര്യമുണ്ട്. അതായത് ഇവിടത്തെ നോക്കിയടാ, ഞാനിപ്പോ ഇവിടെ എഴുതുവാണ് മെട്രിക്സ് അഡിഷൻ. അപ്പൊ ഞാൻ ഇവിടെ ഓർഡർ ഒന്നും സ്പെസിഫൈ ചെയ്യുന്നില്ല. അപ്പൊ മെട്രിക്സ് അഡിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, സെയിം ഓർഡർ ഉള്ള ആൾക്കാരെ മാത്രം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ മെട്രിക്സ് അഡിഷൻ ഈസ് നോട്ട് എ ബൈനറി ഓപ്പറേഷൻ എന്ന് ഇവിടെ എഴുതി കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? ഇവിടെ നമുക്ക് എല്ലാവരെയും ആഡ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ നോക്കിയടാ, ഞാനിപ്പോ ഇവിടെ 1 2 3 4 എഴുതി, പ്ലസ് ഞാൻ ഇപ്പൊ വേറൊരു മെട്രിക്സ് എഴുതി 1 2 3. ഇതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു ഓപ്പറേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടില്ല അല്ലെ? അപ്പൊ ഏതെങ്കിലും രണ്ട് മെട്രിക്സ്, എം ഓഫ് ആർ എന്ന് പറഞ്ഞാൽ എല്ലാ ഓർഡറിലും ഉള്ള മെട്രിക്സുകൾ അവിടെ വരും. അപ്പൊ ഏതെങ്കിലും മെട്രിക്സ് എടുത്താലും നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? അവിടെ അഡിഷൻ എന്ന് പറയുന്ന സാധനം ബൈനറി ഓപ്പറേഷൻ ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമ്മളൊരു ഡെഫിനിഷൻ ആണ് നോക്കുന്നത്. എപ്പോഴാണ് ഒരു ബൈനറി ഓപ്പറേഷൻ
ക്ലോസ്ഡ് ആണെന്ന് പറയുന്നത്. ലെറ്റ് സ്റ്റാർ ബി എ ബൈനറി ഓപ്പറേഷൻ ഓൺ എസ്. എസ് എന്ന് പറയുന്ന സെറ്റിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ബൈനറി ഓപ്പറേഷൻ ആണ് സ്റ്റാർ എന്ന് പറയുമ്പോഴേ നിങ്ങളുടെ മനസ്സിൽ എന്ത് വരണം? എസ് ക്രോസ് എസിൽ നിന്ന് എസിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന മാപ്പിംഗ് ആണ്, ഫംഗ്ഷൻ ആണ് സ്റ്റാർ എന്ന് വരണം അല്ലെ. ഇനി എച്ച് എന്ന് പറയുന്നത് എസിന്റെ ഒരു സബ്സെറ്റ് ആണെന്ന് വിചാരിക്കുക. ഈ സബ്സെറ്റ് എച്ചിനെ നമ്മൾ ക്ലോസ്ഡ് അണ്ടർ സ്റ്റാർ എന്ന് വിളിക്കണമെങ്കിൽ ഏതൊരു എ കോമ ബി എച്ചിൽ എടുത്തു കഴിഞ്ഞാലും എ സ്റ്റാർ ബി എച്ചിൽ ഉണ്ടായിരിക്കണം. എക്സാമ്പിൾ പറയാം, നമ്മൾ ഇപ്പോ പറഞ്ഞ എക്സാമ്പിൾ തന്നെ പറയാം. നമ്മൾ സബ്ട്രാക്ഷൻ പറഞ്ഞു. സബ്ട്രാക്ഷൻ ആർ എന്ന് പറയുന്ന റിയൽ നമ്പറിനകത്ത് നമുക്കറിയാം ആർ എന്ന് പറയുന്ന റിയൽ നമ്പറിനകത്ത് എന്താണ്? സബ്ട്രാക്ഷൻ ഒരു ബൈനറി ഓപ്പറേഷൻ ആണ്. പക്ഷെ നമ്മൾ നാച്ചുറൽ നമ്പറിന്റെ കേസ് എടുക്കുമ്പോൾ എ മൈനസ് ബി എപ്പോഴും നമ്മളുടെ നാച്ചുറൽ നമ്പറിനകത്ത് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ n ക്ലോസ്ഡ് അല്ല. പക്ഷെ അഡിഷൻ എടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി രണ്ട് റിയൽ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ റിയൽ നമ്പർ ആയിരിക്കും. റിയൽ നമ്പേഴ്സിന്റെ കേസിൽ അഡിഷൻ ഒരു ബൈനറി ഓപ്പറേഷൻ ആണ്. റിയൽ നമ്പറിന്റെ ഒരു സബ്സെറ്റ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് എടുത്താലും അഡിഷൻ ബൈനറി ഓപ്പറേഷൻ ആയിട്ട് തന്നെ നിൽക്കും. അഡിഷൻ ക്ലോസ്ഡ് ആണ്. രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ വീണ്ടും ഒരു നാച്ചുറൽ നമ്പർ തന്നെ കിട്ടും. അപ്പൊ നാച്ചുറൽ നമ്പേഴ്സ് ആറിനകത്ത് അണ്ടർ അഡിഷൻ ക്ലോസ്ഡ് ആണ്. അപ്പൊ നാച്ചുറൽ നമ്പേഴ്സ് ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡിഷൻ അല്ലെ. പക്ഷെ നാച്ചുറൽ നമ്പേഴ്സ് ഈസ് നോട്ട് ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ ബിക്കോസ് രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്ന ഉത്തരം എന്താവണമെന്നില്ല? നാച്ചുറൽ നമ്പർ ആവണമെന്നില്ല. അപ്പൊ ഈ പറയുന്ന എസിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ബൈനറി ഓപ്പറേഷൻ എച്ചിൽ ക്ലോസ്ഡ് ആണെങ്കിൽ, അതായത് ഏത് രണ്ട് നമ്പർ എടുത്താലും അതിന്റെ പ്രൊഡക്റ്റ്, അതിന്റെ എ സ്റ്റാർ ബി എന്ന് പറയുന്നത് എച്ചിൽ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ എച്ചിനകത്ത് ഈ ബൈനറി ഓപ്പറേഷനെ റെസ്ട്രിക്ട് ചെയ്യാം. അതിനെയാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് ഓപ്പറേഷൻ ഓഫ് സ്റ്റാർ ഓൺ എച്ച് എന്ന് പറയുന്നത്. സംഭവം ഒന്നുമില്ലടാ, റിയൽ നമ്പറിനകത്ത് നമ്മൾ അഡിഷൻ ഡിഫൈൻ ചെയ്തു. ആ അഡിഷൻ എന്നിൽ ക്ലോസ്ഡ് ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം നാച്ചുറൽ നമ്പേഴ്സിന്റെ കേസിലും എന്തുണ്ട്? അഡിഷൻ എന്ന് പറയുന്ന ബൈനറി ഓപ്പറേഷൻ ഉണ്ട്. അപ്പൊ റിയൽ നമ്പറിന്റെ കേസിൽ നമ്മൾ പറഞ്ഞിരുന്ന ബൈനറി ഓപ്പറേഷനെ നാച്ചുറൽ നമ്പറിലേക്ക് റെസ്ട്രിക്ട് ചെയ്തു. അതിനെയാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് ഓപ്പറേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഡെഫിനേഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. നമുക്ക് ഈ പറഞ്ഞ ക്ലോസിന്റെ രണ്ട് എക്സാമ്പിൾ നോക്കാം. നമ്മൾ യൂഷ്വൽ അഡിഷൻ പ്ലസിനെ തന്നെ കൺസിഡർ ചെയ്യുന്നു. ആർ എന്ന് പറയുന്ന റിയൽ നമ്പേഴ്സിന്റെ കേസിൽ, നമ്മൾ യൂഷ്വൽ അഡിഷനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആർ സ്റ്റാർ കൺസിഡർ ചെയ്യുന്നു. ആർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് നോൺ സീറോ റിയൽ നമ്പേഴ്സ് ആണ്. ആർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് നോൺ സീറോ റിയൽ നമ്പേഴ്സ് ആയിട്ട് എടുക്കുന്നു. അതായത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, ആർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ നമ്മൾ മൊത്തം ആറിനെ എടുത്തിട്ട് അതിൽ സീറോ എന്ന് പറയുന്ന എലമെന്റിനെ മാത്രം നമ്മൾ ഉപേക്ഷിക്കുന്നു. ഓക്കെ, അങ്ങനെ സെറ്റ് ഓഫ് നോൺ സീറോ റിയൽ നമ്പേഴ്സ് എടുക്കുന്നു. അപ്പൊ നമ്മുടെ ചോദ്യം അഡിഷൻ ഈ പറയുന്ന നോൺ സീറോ റിയൽ നമ്പേഴ്സിന്റെ കേസിൽ ക്ലോസ്ഡ് ആണോ അല്ലയോ എന്നാണ്. അതായത് ഏത് രണ്ട് നോൺ സീറോ റിയൽ നമ്പറുകൾ ആഡ് ചെയ്താലും നോൺ സീറോ റിയൽ നമ്പർ തന്നെയാണോ കിട്ടുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ചോദ്യത്തിനെ കുറച്ചുകൂടി മാറ്റി ആലോചിച്ചാൽ, ഏത് രണ്ട് നോൺ സീറോ റിയൽ നമ്പറിനെ ആഡ് ചെയ്താൽ സീറോ വരുന്നുണ്ടോ? സീറോ വന്നില്ലെങ്കിൽ ക്ലോസ്ഡ് ആണ്, സീറോ വന്നാൽ ക്ലോസ്ഡ് അല്ല. അപ്പൊ ഇവിടെ തന്നെ എക്സാമ്പിൾ ഉണ്ട്. രണ്ടെന്ന് പറയുന്ന ഒരു നോൺ സീറോ റിയൽ നമ്പർ ആണ്, -2 നോൺ സീറോ റിയൽ നമ്പർ ആണ്. പക്ഷെ ഈ രണ്ട് റിയൽ നമ്പറുകളെയും ആഡ് ചെയ്താൽ നമുക്ക് 0 വരും. അത് നോൺ സീറോ അല്ല, സീറോ ആണ് അല്ലെ. അപ്പൊ ഈ പറയുന്ന ആർ സ്റ്റാറിൽ സീറോ ഇല്ല. അപ്പൊ ആർ സ്റ്റാർ എന്തല്ല? ക്ലോസ്ഡ് അല്ല. അപ്പൊ ഇങ്ങനെയാണ് ഐഡിയ. നമുക്ക് തെറ്റാണെന്ന് കാണിക്കുന്ന ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞാൽ മതി. നോൺ സീറോ റിയൽ നമ്പറുകളിൽ അഡിഷൻ ക്ലോസ്ഡ് ആണോ അല്ലയോ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? രണ്ട് നോൺ സീറോ റിയൽ നമ്പറുകൾ ആഡ് ചെയ്യുമ്പോൾ സീറോ വരുന്നുണ്ടോ ഇല്ലയോ നോക്കിയാൽ മതി. സീറോ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ആർ സ്റ്റാറിൽ തന്നെ അത് നിൽക്കണമെന്നില്ല. അപ്പൊ അത് ക്ലോസ്ഡ് അല്ല. ക്ലിയർ അല്ലേ? ഇനി മറ്റൊരു എക്സാമ്പിൾ നമ്മൾ പറയുന്ന ഒരു പ്രോബ്ലം ആണിത്. അഡിഷനും മൾട്ടിപ്ലിക്കേഷനും, ഡോട്ട് എന്ന് സൂചിപ്പിച്ചേക്കുന്നത് ഇനി തൊട്ട് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഇത് രണ്ട് ബൈനറി ഓപ്പറേഷനുകളാണെന്ന് വിചാരിക്കുക. ഈ പറയുന്ന ബൈനറി ഓപ്പറേഷനുകൾ നോക്കിയേ, ഇസഡിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എച്ച് എന്ന് പറയുന്ന ഒരു സെറ്റിനെ കൺസിഡർ ചെയ്യുന്നു. എൻ സ്ക്വയർ സച്ച് ദാറ്റ് എൻ ബിലോങ്സ് ടു ഇസഡ് പ്ലസ്. ഡിറ്റർമൈൻ വെദർ എച്ച് ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. അതായത് പോസിറ്റീവ് ഇൻഡിജറുകളുടെ, ഇസഡ് പ്ലസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇൻഡിജറുകളാണ്. പോസിറ്റീവ് ഇൻഡിജറുകളുടെ സ്ക്വയറുകളെ മാത്രം വെച്ചുകൊണ്ട് നമ്മൾ ഒരു എച്ച് ചൂസ് ചെയ്തു. അപ്പൊ ശരിക്കും എച്ച് എന്ന് പറയുന്ന സെറ്റ് എങ്ങനെ ഇരിക്കും? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. എച്ച് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇൻഡിജറുകളുടെ സ്ക്വയർ,
1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 4ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? സോറി 3യുടെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16, 5ന്റെ സ്ക്വയർ 25 എക്സെട്ര എന്ന് പറഞ്ഞ് പോകും അല്ലെ. ഇതില് നമ്മുടെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഇതിൽ ഏതെങ്കിലും രണ്ട് നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെയുള്ള ഒരു നമ്പർ ആയിരിക്കുമോ കിട്ടുന്നത്? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇത് ഏതെങ്കിലും ഒരു നമ്പർ, രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിനകത്ത് തന്നെയാണോ കിട്ടുന്നത്? അപ്പൊ നമുക്ക് എളുപ്പത്തിൽ എക്സാമ്പിൾ ഇട്ട് ആലോചിച്ച് നോക്കാം. അപ്പൊ തന്നെ നിങ്ങൾക്ക് ചോദ്യത്തിന്റെ ഉത്തരം കിട്ടിക്കാണും. നോക്കിയേ, ഒന്നാമത്തെ ഉത്തരം, രണ്ട് നമ്പർ ആഡ് ചെയ്താൽ ഇതിനകത്ത് തന്നെ വരുമോ? ഒരിക്കലും ഇല്ല. 1 + 4 എന്താണ്? 5 ആണ്. 5 ഏതെങ്കിലും ഇന്റിജറിന്റെ സ്ക്വയർ ആണോ? ഇന്റിജറിന്റെ സ്ക്വയർ അല്ല. അപ്പൊ 5 നോട്ട് ബിലോങ്സ് ടു എച്ച് ആണ്. അപ്പൊ തന്നെ നമുക്ക് എന്ത് പറയാം? ഒരൊറ്റ കൗണ്ടർ എക്സാമ്പിൾ മതി. ഒരെണ്ണമെങ്കിലും ക്ലോസ്ഡ് ആവുന്നില്ലെങ്കിൽ നമ്മളുടെ ഡെഫിനിഷൻ തെറ്റും. അപ്പൊ നമുക്ക് പറയാം എച്ച് ഈസ് നോട്ട് ക്ലോസ്ഡ് അല്ലെ. എച്ച് എന്തല്ല? എച്ച് ഈസ് നോട്ട് ക്ലോസ്ഡ് അണ്ടർ അഡിഷൻ. അല്ലെ, അണ്ടർ അഡിഷനിൽ എന്തല്ല? ക്ലോസ്ഡ് അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷന്റെ ക്ലോസ്ഡ് ആണോ എന്നാണ്. അപ്പൊ നമ്മൾ വെറുതെ ഇവിടുത്തെ എക്സാമ്പിൾ വെച്ച് ആലോചിച്ച് നോക്കി. 9 × 4, 36. 36 ഇതിനകത്ത് വരും, 6ന്റെ സ്ക്വയർ ആണ്. വെറുതെ ഞാൻ വേറൊരു എക്സാമ്പിൾ നോക്കി. 16 × 9, നമുക്കറിയാം 16 × 9 144 ആണ്, 12ന്റെ സ്ക്വയർ ആണ്. പക്ഷേ നമ്മൾ ഇത് ശരിയാണെന്ന് കാണിക്കാൻ എത്ര എക്സാമ്പിൾ ഇട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നിങ്ങളൊരു 100 എക്സാമ്പിൾ കാണിച്ചു, അതിലെല്ലാം ശരിയാവുന്നുണ്ട്. പക്ഷെ അടുത്ത 101ാമത്തെ എക്സാമ്പിളിൽ തെറ്റുമെങ്കിൽ ക്ലോസ്ഡ് അല്ലാതായില്ലേ അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ തന്നെ 2 + -2 ആണ് 0 ആകുന്നത്. ബാക്കി ഒരു 1000കണക്കിന് 10000കണക്കിന് നോൺ സീറോ റിയൽ നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് നോൺ സീറോ റിയൽ നമ്പേഴ്സ് തന്നെ കിട്ടും അല്ലെ. 10 + 10 20 ആണ്, 0 വരുന്നില്ല. 100 + 100 200 ആണ്, 0 വരുന്നില്ല. 5 + 6 11 ആണ്, 0 വരുന്നില്ല. അതുകൊണ്ട് ഏത് നോൺ സീറോ റിയൽ നമ്പേഴ്സ് എടുത്ത് ആഡ് ചെയ്താലും 0 വരത്തില്ലെന്ന് അങ്ങ് തീരുമാനിക്കാൻ പറ്റൂ? ഇല്ല. 2 + -2 0 ആണ്. അപ്പോ തെറ്റാണെന്ന് കാണിക്കാൻ ഒരു എക്സാമ്പിൾ മതി. പക്ഷെ ശരിയാണെന്ന് കാണിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അതിന്റെ പ്രൂഫ് വേണം. എക്സാമ്പിൾ പറഞ്ഞാൽ പോരാ, നമ്മൾ അവിടെ എന്ത് പറയണം? പ്രൂഫ് പറയണം. അപ്പൊ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ക്ലോസ്ഡ് ആണ്, അതിന്റെ പ്രൂഫ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ക്ലോസ്ഡ് ആണെന്ന് കാണിക്കാൻ എനിക്ക് എന്ത് പറയണം? രണ്ട് നമ്പറുകൾ എച്ചിൽ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രൊഡക്റ്റ് എച്ചിൽ തന്നെ കാണണം. അപ്പൊ ഞാനിപ്പോ രണ്ട് നമ്പേഴ്സ് എച്ചിൽ എടുത്തു. A, B ബിലോങ്സ് ടു എച്ച് എടുത്തു. നോക്കിയാടാ, ലെറ്റ് A, B ബിലോങ്സ് ടു എച്ച് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് വേണ്ട എന്താണ്? നമുക്ക് വേണ്ട സാധനം എന്താണ്? ടു പ്രൂവ്, നമുക്ക് കാണിക്കേണ്ടത് ഇതിന്റെ പ്രൊഡക്റ്റ് എച്ചിലുണ്ടെന്നാണ്. അതായത് A × B യും എവിടെ തന്നെ കാണണം? എച്ചിൽ തന്നെ കാണണം. അതിന് ഞാനിപ്പോ ചെയ്യുന്നത്, എച്ചിന്റെ പ്രത്യേകത, എച്ചിലുള്ളവരെല്ലാം ഇന്റിജേഴ്സിന്റെ സ്ക്വയർ ആയിരിക്കും. അപ്പൊ എയും ബിയും എച്ചിലുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ എഴുതാം: A = n² and B = m² for some m, n അല്ലെങ്കിൽ n, m belongs to z+. എങ്ങനെയാണ് എനിക്കത് എഴുതാൻ പറ്റിയേ? എച്ച് എന്ന് പറയുന്നത് ഇന്റിജേഴ്സിന്റെ സ്ക്വയറുകളുടെ കളക്ഷൻ ആണ്. അപ്പൊ രണ്ട് നമ്പേഴ്സ് എച്ചിൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പറുകളുടെ സ്ക്വയർ, ഏതെങ്കിലും രണ്ട് നമ്പർ 16 25 എച്ചിലുള്ള ഉണ്ടായതിന്റെ കാരണം എന്താണ്? രണ്ട് നമ്പറിന്റെ സ്ക്വയർ ആയിട്ട് ഈ നമ്പേഴ്സിനെ എഴുതാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് അല്ലെ. അപ്പൊ അങ്ങനെ എയും ബിയും എടുത്തു കഴിഞ്ഞാൽ എനെ n² എന്നും ബിനെ m² എന്നും എഴുതാൻ പറ്റും. ഇനി എ ബി കാണുന്നു. എ ബി എന്ന് പറയുന്നത് n² × m² ആണ് അല്ലെ. എ ബി എന്ന് പറയുമ്പോൾ nm the whole square ആണ്, nm the whole square ആണ്. അതായത് എ ബി എന്ന് പറയുന്ന നമ്പറിനെ ഒരു പോസിറ്റീവ് ഇന്റിജറിന്റെ സ്ക്വയർ ആയിട്ട് എഴുതാൻ പറ്റും അല്ലെ. nm എന്ന് പറയുന്നത് n ഉം m ഉം ഇന്റിജേഴ്സ് ആണെങ്കിൽ nm ഉം ഇന്റിജർ തന്നെ ആയിരിക്കും. ആ രണ്ട് ഇന്റിജറുകളുടെ സ്ക്വയർ ആയിട്ട് എഴുതാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ പറയടാ, എച്ചിൽ ഉണ്ടാവണമെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താ? ഏതെങ്കിലും നമ്പറിന്റെ സ്ക്വയർ ആയിരിക്കണം. ഇവിടെ ഏത് നമ്പർ എടുത്തിട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാലും അത് ഏതെങ്കിലും നമ്പറിന്റെ സ്ക്വയർ ആയിരിക്കും. കാരണം ഏത് രണ്ട് നമ്പർ എടുത്താലും അവർ ഓൾറെഡി സ്ക്വയർ ആണ്, അവരുടെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ അവരും സ്ക്വയർ ആയിട്ട് കിട്ടും. പക്ഷെ മറ്റത് വരൂല. n² + m² എന്ന് പറയുന്നത് ഒരു നമ്പറിന്റെ സ്ക്വയർ അല്ല. അതുകൊണ്ടാണ് അവിടെ തെറ്റിയത്. ഇത് ജനറലി നമുക്ക് പറയാൻ പറ്റും, സ്ക്വയർ ആണെന്ന് പറയാൻ പറ്റും. വിച്ച് ഇംപ്ലൈസ് എ ബി ഒരു ഇന്റിജറിന്റെ സ്ക്വയർ ആണെങ്കിൽ ഇന്റിജറുകളുടെ സ്ക്വയറുകളെല്ലാം എച്ചിൽ വരും. അപ്പൊ എ ബി എച്ചിൽ ഉണ്ടെന്ന് പറയാം. therefore നമുക്ക് എന്ത് പറയാം? എച്ച് ഈസ് ക്ലോസ്ഡ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ നമ്മൾ പ്രൂഫിന്റെ ഒരു പുതിയൊരു തുടക്കത്തിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെയാണ് ഓരോ സാധനങ്ങൾ പ്രൂവ് ചെയ്യുന്നത് അല്ലെ. നമുക്ക് എന്താണോ വേണ്ടത് അതിനെപ്പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ ഓരോന്ന് പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
നെക്സ്റ്റ് ഒരു വലിയ എക്സാമ്പിൾ ആണ്, സംഭവം വേറൊന്നുമില്ല. എഫ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസിന്റെ കളക്ഷൻ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ രണ്ട് ഫംഗ്ഷൻസിന്റെ അഡിഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും കോമ്പോസിഷനും നമ്മൾ കാൽക്കുലസിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ എഫും ജിയും രണ്ട് ഫംഗ്ഷൻസ് ആണ്, രണ്ട് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ആണെങ്കിൽ എഫ് പ്ലസ് ജി എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ആണ്. എഫ് മൈനസ് ജി എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ്. അടുത്ത മൾട്ടിപ്ലിക്കേഷൻ നമുക്കറിയാം എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. കോമ്പോസിഷനും നമുക്കറിയാം എഫ് ഓഫ് ജി ഓഫ് എക്സ്. ഇതിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇവരൊക്കെ എന്താണ്? ഇവരൊക്കെ ക്ലോസ്ഡ് ആണ് കേട്ടോ. ഇവരൊക്കെ ബൈനറി ഓപ്പറേഷൻസ് ആണ്, ഇവരൊക്കെ ക്ലോസ്ഡ് ആണ്. ജസ്റ്റ് അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. ഇവരൊക്കെ നമുക്ക് ഇനി എപ്പോഴെങ്കിലും ഒക്കെ വേണ്ടി വരും. ഇപ്പൊ ഇവരൊക്കെ ബൈനറി ഓപ്പറേഷൻ ആണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇവിടെ വേറെ കുറച്ച് ബൈനറി ഓപ്പറേഷൻസ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇസെഡ് പ്ലസിലാണെങ്കിൽ എ സ്റ്റാർ ബിനെ ഡിഫൈൻ ചെയ്യുന്നത് സ്മോളർ ഓഫ് എ ആൻഡ് ബി, കോമൺ വാല്യൂ ഇഫ് എ ഈക്വൽ ടു ബി. ഇപ്പൊ നമ്മൾ 2*11 ചെയ്താൽ നമ്മളുടെ ഡെഫിനിഷൻ നോക്കി നിങ്ങൾ അതിന് ആൻസർ ചെയ്യുക. നോക്കിയടാ, സ്മോളർ ഓഫ് എ ആൻഡ് ബി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ 2*11 എന്ന് പറഞ്ഞാൽ 2ന്റെയും 11ന്റെയും സ്മോളർ എന്ന് പറയുമ്പോൾ നമുക്ക് 2 കിട്ടും. അടുത്ത 15*10, 15നും 10ലും ചെറിയ നമ്പർ, അപ്പൊ 10 കിട്ടും. 3*3 കോമൺ വാല്യൂ ഇഫ് എ ഈക്വൽ ടു ബി എന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് 3 ഈക്വൽ ടു 3 ആയതുകൊണ്ട് കോമൺ വാല്യൂ 3 തന്നെ കൊടുക്കും. ഇങ്ങനെയാണ് നമ്മൾ അവർ സ്റ്റാർ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആൻസർ കണ്ടുപിടിക്കുന്ന രീതി. ഇപ്പൊ വേറൊരു ഡെഫിനിഷൻ എ സ്റ്റാർ ഡാഷ് ബി എന്ന് പറയുന്നത് എ ആണെന്ന് ഡിഫൈൻ ചെയ്തത്. അത് ആദ്യത്തെ നമ്പർ ആണ് കേട്ടോ. എ സ്റ്റാർ ഡാഷ് ബി ആരെ കൊണ്ടുവന്ന് നമ്മൾ ഓപ്പറേഷൻ ചെയ്താലും ആദ്യത്തെ നമ്പർ എടുത്ത് ഉത്തരവായിട്ട് എഴുതും. അപ്പൊ 2*3 എന്ന് പറയുന്നത് 2 ആണ്. 25*10 എന്ന് പറയുന്നത് 25 ആണ്. നമ്മൾ ആ ഡെഫിനിഷൻ നോക്കി അതേപോലെ ഇട്ട് കൊടുക്കുക. 5*5 എന്ന് പറയുന്നത് ആദ്യത്തെ നമ്പർ 5 ആയതുകൊണ്ട് 5 എഴുതി. ഇനി സ്റ്റാർ ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തു. എ സ്റ്റാർ ഡബിൾ ഡാഷ് ഓഫ് ബി ഈസ് ഈക്വൽ ടു എ സ്റ്റാർ ബി പ്ലസ് 2 ആണെന്ന് ഡിഫൈൻ ചെയ്യുക. സ്റ്റാർ ഈസ് ഡിഫൈൻഡ് ഇൻ എക്സാമ്പിൾ 2.8 ഇതിൽ ഡിഫൈൻ ചെയ്തേക്കുന്ന പോലെ. ഓക്കേടാ, ഇപ്പൊ 4 സ്റ്റാർ ഡബിൾ ഡാഷ് 7. അപ്പൊ അവരുടെ ഡെഫിനിഷൻ അനുസരിച്ച് ഇത് എന്താണ്? എ സ്റ്റാർ ബി പ്ലസ് 2 ആണ്. ഇപ്പൊ 4*7 പ്ലസ് എന്ത് വരും? 2 വരും അല്ലെ. 4*7 എന്ന് പറയുമ്പോൾ 4ലും 7ലും ഉള്ള ചെറിയ നമ്പർ, അപ്പൊ അത് 4 ആണ്. ഇനി 4+2 6. ഇങ്ങനെയാണ് ഒരു ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തിട്ട് നമ്മൾ അത് കണ്ടുപിടിക്കുന്നത്. മനസ്സിലായോ? അതേപോലെ 25*9 6*6 ഒക്കെ കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കിയടാ. 27*15 എന്ന് പറയുന്ന സാധനം നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കിക്കോ. അപ്പൊ ഇങ്ങനെയാണ് ബൈനറി ഓപ്പറേഷൻസിന്റെ പല ടൈപ്പ് ഓഫ് എക്സാമ്പിൾസ് വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. കൃത്യമായിട്ട് പഠിക്കാം. സോ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.